കൂട്ടുകാരെ, ജീവിതം അവസാനിപ്പിക്കാം എന്ന് കരുതിയിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാമോ? ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നുന്നൊരു കാര്യമാണ് ജീവിതം അവസാനിപ്പിക്കാം, ഞാൻ തോറ്റുപോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മാത്രമാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്നെ മാത്രമാണ് ദൈവം പരീക്ഷിക്കുന്നത്, ഈ ലോകത്ത് ഞാൻ അനുഭവിച്ച പോലെ ഒരാളും അനുഭവിച്ചിട്ടില്ല, മതി, ജോലിസ്ഥലത്ത് സമാധാനമില്ല, വീട്ടിൽ സമാധാനമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല, വീടിനകത്തിരിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ളവരോടും നാട്ടിലുള്ളവരോടും ഫ്രണ്ട്സിനോടും ജോലിസ്ഥലത്ത് കൂടെ വർക്ക് ചെയ്യുന്നവരോടും എല്ലാവരോടും നമ്മൾ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് ജീവിതം അവസാനിപ്പിക്കാമെന്ന് തോന്നി ഒരു തുണ്ടം കയറിലോ അല്ലെങ്കിൽ ഒരു കുപ്പി വിഷത്തിലോ അല്ലെങ്കിൽ വല്ല വെള്ളത്തിലോ നമ്മൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഭീരുക്കളാണ് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഈ ലോകത്ത് ജീവിതം അവസാനിപ്പിച്ചതുകൊണ്ട് ഒരു പ്രശ്നവും തീരുന്നില്ല. ആ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചതുകൊണ്ട് ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ രക്ഷപ്പെടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ അതിൻ്റെ പിറകെ വീണ്ടും നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളും നമ്മൾ മരിച്ച പ്രശ്നങ്ങളുമായിട്ട് അവർ നടക്കേണ്ടി വരും. നമുക്ക് നമ്മളോട് മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരോട് സ്നേഹം വേണം. നമ്മുടെ മക്കളോട്, നമ്മളെ മാത്രം വിശ്വസിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ പങ്കാളിയോട്, നമ്മുടെ അച്ഛനമ്മമാരോട്, നമുക്ക് എല്ലാവരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചതുകൊണ്ട് നമ്മൾ മാത്രം രക്ഷപ്പെടുമെന്നാണ് നമ്മുടെ ഒരു കരുതൽ. ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുകയാണ്, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഓടിപ്പോവാം, മതി. അത് വെറും ഒരു വിഡ്ഢിയുടെ തീരുമാനമാണ്. നമ്മൾ ഒരിക്കലും ഒരു വിഡ്ഢിയാവാൻ നിൽക്കരുത്. നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ മാതാപിതാക്കളോടും മക്കളോടും പങ്കാളിയോടും നമുക്കൊരു ബന്ധമുണ്ട്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ജീവിതം അവസാനിപ്പിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെടുമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് അവർ രക്ഷപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കടത്തിൽ നിന്നും ജീവിതം അവസാനിപ്പിച്ച് പോയ വ്യക്തിയുടെ ആ കടങ്ങൾ തീരുന്നുണ്ടോ? ഇല്ല. ആ കടത്തിൻ്റെ പിറകെ പിന്നെ ആരാണ് നടക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ആ കടത്തിൻ്റെ പിറകെ നടക്കുന്നത്. ആ കടത്തിൻ്റെ പിറകെ നടക്കണം, അല്ലാത്ത പ്രശ്നങ്ങളുടെ പിറകെ നടക്കണം. അതിൻ്റെ കൂടെ നമ്മൾ അവസാനിപ്പിച്ച് പോയ നമ്മുടെ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് പോകുമ്പോൾ അതിൻ്റെ കേസും പൊല്ലാപ്പുമായിട്ട് നടക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരോടും കൂടി നമുക്കൊരടുപ്പമില്ലേ? അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കണോ? വേണ്ട. നമുക്കൊരു കാര്യം ചിന്തിക്കാം, ഞാൻ തോറ്റു പോവില്ല എന്ന്. എവിടെയാണോ നമുക്ക് അടിപതറിയത് അവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. എവിടെയാണോ നമ്മൾ തോറ്റുപോയി എന്ന് നമുക്ക് തോന്നിയ സ്ഥലം അവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. ഞാൻ തോൽക്കില്ല, എന്നെക്കൊണ്ട് പറ്റും, ഈ കടങ്ങൾ എന്നെക്കൊണ്ട് വീട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഈ പ്രയാസത്തിൽ നിന്ന് ഞാൻ കരകയറും എന്ന്. നമ്മുടെ ജീവിതം എഴുതുന്നത് നമ്മളാണ്, അല്ലാതെ മറ്റൊരു വ്യക്തിയല്ല. ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കടമകൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കടമകളെല്ലാം നിർവഹിക്കാൻ നമ്മൾ തീർച്ചയായും അത് ചെയ്യാൻ അവകാശപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിതരായിട്ടുള്ള വ്യക്തികളാണ്. നമ്മളെ ദൈവം ഏൽപ്പിച്ച എല്ലാ കടമകളും നമ്മൾ തീർച്ചയായിട്ടും ചെയ്തേ പറ്റുള്ളൂ. അതിൽ അവസാനിപ്പിച്ച് പോയതുകൊണ്ട് അവിടെ നിർത്തിയതുകൊണ്ട് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. നമ്മുടെ കടങ്ങൾ, പ്രയാസങ്ങൾ, നമ്മളുടെ മക്കളുടെ കല്യാണം, നമ്മുടെ കുടുംബക്കാരുടെ എന്താണെങ്കിലും അച്ഛൻ്റെ അമ്മേൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഭാര്യയുടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം ഒരു വ്യക്തിയെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളാണ്. നമ്മളൊന്നും കൊണ്ടല്ല ഇങ്ങോട്ട് വന്നത്. അതേപോലെ നമ്മളൊന്നും തിരിച്ചു കൊണ്ടുപോകാനും പോകുന്നില്ല. നമുക്കാകെ വേണ്ടത് മനസ്സമാധാനമാണ്. ആ മനസ്സമാധാനത്തെ നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഇന്നു മുതലൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ജീവിതം നമ്മളാണ് എഴുതുന്നത്. അതിൻ്റെ പേനയും പെൻസിലും നമ്മുടെ കയ്യിൽ വെക്കുക. നമ്മുടെ ജീവിതത്തിനെ മാറ്റിക്കുറിക്കുക. എവിടെയാണോ നമുക്ക് പാളിച്ച വന്നത് അവിടെ നിന്ന് നമ്മൾ തുടങ്ങാം. ഏത് ഭാഗത്താണോ നമുക്ക് വീഴ്ച പറ്റിയത് ആ വീഴ്ചയെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാം. ഈ ലോകത്ത് തോറ്റവരാണ് വിജയിച്ചവർ. ചരിത്രത്തിൽ എവിടെയും വിജയിച്ചു വന്നവരായിട്ട്, തുടക്കം തൊട്ട് വിജയിച്ചു വന്നവരായിട്ട് ആരുമില്ല. തോൽവിയിൽ നിന്ന് വിജയിച്ചവരെ നമുക്ക് കാണാനുള്ളൂ. അങ്ങനെ വിജയിച്ചവരുടെ കൂട്ടത്തിലല്ലേ നമുക്കും ചേരേണ്ടത്.
10 ദിവസം ചിലപ്പോൾ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പലരും പറയാനുണ്ടാവും, അയ്യോ അവൾ മരിച്ചു കേട്ടോ, നല്ലൊരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അവൻ മരിച്ചു, അവൻ നല്ലൊരു വ്യക്തിയായിരുന്നു, ആളുകൾക്ക് ഉപകാരപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എന്ന്. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെപ്പറ്റി ആരും ഒന്നും പറയില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നന്മകൾ മാത്രം പറയും 10 ദിവസം. പിന്നെ 11ാമത്തെ ദിവസം നമ്മളെ ഓരോരുത്തരും മറക്കും. പിന്നെ അതില്ല. ഓരോ വർഷം കഴിയുന്നവരും അതൊരു ഓർമ്മ മാത്രമാവും. പിന്നീട് അത് ഓർമ്മയില്ലാതാവും. അങ്ങനെ വേണോ? വേണ്ട. നമുക്ക് തീരുമാനിക്കാം. ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ അഭിമുഖീകരിക്കും. ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ ചെറുത്തു തോൽപ്പിക്കും. എനിക്കതിന് പറ്റും എന്ന് നിങ്ങൾ എവിടെ ചിന്തിക്കുന്നുവോ അവിടെയാണ് നമുക്ക് വിജയം. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കും പറ്റും. പക്ഷെ പ്രശ്നങ്ങളിൽ നിന്ന് ആ പ്രശ്നത്തെ മുന്നേറാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അതിന് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തന്നെ തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുക്കുക. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആ തീരുമാനം പോരെ ജീവിതം നന്നായി ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ. ആ പേപ്പറും പേനയും മാറ്റി വെച്ചിട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ എൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. അങ്ങനെ നമുക്ക് ഇന്ന് മുതൽ തീരുമാനമെടുക്കാം. നിങ്ങൾക്ക് ഈ മോട്ടിവേഷൻ സ്പീക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ഇത് പാർട്ട് 1 ആണ്. നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങളുമായിട്ട് കാണാം. താങ്ക് യു.